പ്രിയധികാര സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മളിന്ന് ദിവസം കോൾഡ് വാർ പഠിക്കുക, ശീതസമരം. രണ്ടാം ലോക മഹായുദ്ധം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധാനന്തരം രണ്ട് പ്രധാന ശക്തികളായ രാജ്യങ്ങളാണ് അമേരിക്കയും USSR, അഥവാ അമേരിക്കയും റഷ്യയും. റഷ്യയുടെ നേതൃത്വത്തില് റഷ്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളുടെ ഒരു സോഷ്യലിസ്റ്റ് കൂട്ടായ്മ രൂപീകരിച്ചു. ഇതിൽ ഭൂരിഭാഗം രാജ്യങ്ങളും യൂറോപ്പിന്റെ തെക്ക് ഭാഗത്തുള്ളവരായിരുന്നു, അഥവാ തെക്ക് കിഴക്ക് ഭാഗത്തുള്ളവരായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് റഷ്യയുമായി ചേർന്ന് കിടക്കുന്നത്. കൂടാതെ ആഫ്രിക്കയിലും ഏഷ്യ വൻകരയിലും അമേരിക്കൻ വൻകരകളിലും സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള രാജ്യങ്ങളും റഷ്യയോടൊപ്പം നിലകൊണ്ടു. ഇതുകൂടാതെ യൂറോപ്പിലെ പടിഞ്ഞാറ ഭാഗത്ത് നിലകൊണ്ടിരുന്ന മുതലാളിത്ത രാജ്യങ്ങളും അവരുടെ നേതൃത്വത്തിൽ അമേരിക്കയും ഒരു ശക്തിയായി തീർന്നു. പ്രധാനമായും ഏഷ്യയിലെ ചില രാജ്യങ്ങൾ മാത്രമേ മുതലാളിത്ത രാജ്യങ്ങളുള്ളൂ. പിന്നെ അമേരിക്കയിലെയും മുതലാളിത്ത രാജ്യങ്ങൾ ആരോടൊപ്പം നിന്നു? അമേരിക്കയോടൊപ്പം. അങ്ങനെ ലോകരാജ്യങ്ങൾ രണ്ട് ധ്രുവങ്ങളായി മാറ്റപ്പെട്ടു. ഇവർക്ക് വീണ്ടും ഒരു യുദ്ധം ചെയ്യണമെന്ന് താല്പര്യമില്ല. കാരണം ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും അവരുടെ മുൻപിൽ വെച്ച് നീട്ടിയത് വിജയിച്ച രാജ്യങ്ങളാകട്ടെ പരാജയപ്പെട്ട രാജ്യങ്ങളാകട്ടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു യുദ്ധം അവർ ആഗ്രഹിച്ചിരുന്നില്ല. മറിച്ച് എന്താണ് അവർ ആഗ്രഹിച്ചിരുന്നത്? ഒരു മേൽക്കോയ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടൊരു എന്താ പറയുക, സൈനികപരമായ മേൽക്കോയ്മ, അതല്ലെങ്കിൽ പ്രത്യേകിച്ച് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ തങ്ങളാണ് ശക്തരെന്ന് കാണിക്കുക. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തും രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തും നിലനിന്ന ഒരു വംശീയ കൂട്ടായ്മയില്ലേ, ആ വംശീയ കൂട്ടായ്മകൾക്ക് പകരം രണ്ട് ചിന്താരീതികൾ, സോഷ്യലിസവും മുതലാളിത്തവും, ആ ചിന്താരീതികളുടെ അടിസ്ഥാനത്തിൽ പ്രത്യയശാസ്ത്രപരമായും നയതന്ത്രപരവുമായ മത്സരമായിരുന്നു ഈ ശീതയുദ്ധം എന്ന് പറയുന്നത്. പ്രാദേശികമായി ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവ യുദ്ധത്തിന് സമാനമായി എത്തിച്ചേർന്നുവെങ്കിലും യുദ്ധം ആരംഭിച്ചില്ല എന്നത് രാജ്യങ്ങളൊന്നും തന്നെ യുദ്ധത്തെ ആഗ്രഹിക്കുന്നില്ല എന്നതിന് തെളിവാണ്. കാരണം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിച്ചാലും പരാജയപ്പെട്ടാലും സ്വന്തം രാജ്യം അപകടാവസ്ഥയിലാവും. പ്രത്യേകിച്ച് സാമ്പത്തിക അടിത്തറ താറുമാറാകും. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പരസ്പരം പോരാട്ടങ്ങളായിരുന്നു. ഇതിനിടയിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ചേർന്ന് ചേരിചേരാ പ്രസ്ഥാനം ആരംഭിച്ചു. അതും ചേരിചേരാ പ്രസ്ഥാനം നമ്മൾ അന്തർദേശീയ സംഘടനകൾ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം ശീതസമരം ആധികാരികമായി. ഓക്കെ, ശീതസമരം എന്ന ആ, ഒരു സംഘർഷ കാലഘട്ടം യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത് 1940-കളിലാണ്. അതായത് ഫാസിസവും നാസിസവും കൊടിയുത്തിയുമാണ് ഇപ്പോ. അതിനെ ആര് പിന്തുണച്ചു? മുതലാളിത്ത ചേരി പിന്തുണച്ചു. ഫാസിസവും നാസിസവും എന്തിനെതിരായിരുന്നു? സോഷ്യലിസ്റ്റ് ചിന്താഗതികൾക്കെതിരായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ തന്നെ ഈ ഒരു ധ്രുവീകരണം അവിടെ ആരംഭിച്ചിരുന്നു എന്നതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ശീതയുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത് 1940 മുതൽ USSRന്റെ തകർച്ചയോടുകൂടി 1990 അവസാനിക്കുകയാണ്. 1940 മുതൽ 1990 വരെയുള്ള കാലഘട്ടത്താണ് ശീതയുദ്ധ കാലഘട്ടം, അല്ലെങ്കിൽ ശീതസമര കാലഘട്ടം എന്ന് വിളിക്കാം. ഇനി ശീതയുദ്ധം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ബെർണാഡ് ബറൂച്ച് എന്ന് പറയുന്ന ഒരു സാമ്പത്തിക വിദഗ്ധനും അമേരിക്കൻ പ്രസിഡന്റിന്റെ സാമ്പത്തിക രാഷ്ട്രീയ ഉപദേശകനുമായിരുന്ന വ്യക്തിയാണ്. ബെർണാഡ് ബറൂച്ച് എന്ന സാമ്പത്തിക ചിന്തകൻ ഒന്നാം ലോക മഹായുദ്ധം കഴിഞ്ഞ് അമേരിക്ക അനിയന്ത്രിതമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വായ്പ നൽകിയപ്പോൾ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്ക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. 1929 ഒക്ടോബർ 24 നടന്ന കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്ന ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് തകർച്ചയെ മുൻകൂട്ടി പ്രവചിച്ച വ്യക്തി കൂടെയായിരുന്നു ബെർണാഡ് ബറൂച്ച് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കോൾഡ് വാർ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ ബെർണാഡ് ബറൂച്ചാണ്. എന്നാല് ആ വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി, the term Cold War first used by
ഫസ്റ്റ് യൂസ്ഡ് ബൈ ജോർജ് ഓർവെൽ. ഈ ജോർജ് ഓർവെൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തൂലികാനാമമാണ് കേട്ടോ, പെൻനെയിമാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് എറിക് ആർതർ ബ്ലെയർ എന്നാണ്. എറിക് ആർതർ ബ്ലെയർ. എവിടെയാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ടേ വേണം. അദ്ദേഹം 1945 ഒക്ടോബർ മാസം 19-ാം തീയതി ട്രിബ്യൂൺ മാഗസീനിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലായിരുന്നു ശീതയുദ്ധം അഥവാ ശീതസമരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. അപ്പൊ രണ്ടും നമ്മൾ മാറിപ്പോകരുത്. ദ ടേം കോൾഡ് വാർ ഫസ്റ്റ് കോയിൻഡ് ബൈ ബെർണാഡ് ബെറൂച്ച്. ദ ടേം കോൾഡ് വാർ ഫസ്റ്റ് യൂസ്ഡ് ബൈ ജോർജ് ഓർവെൽ. ഹിസ് റിയൽ നെയിം എറിക് ആർതർ ബ്ലെയർ. എറിക് ആർതർ ബ്ലെയറുടെ പെൻനെയിമാണ്, തൂലികാനാമമാണ് ജോർജ് ഓർവെൽ എന്ന് പറയുന്നത്. അദ്ദേഹം ആ തൂലികാനാമം കൊണ്ട് പ്രസിദ്ധനായി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജോർജ് ഓർവെൽ എന്ന് പലപ്പോഴും വിളിക്കുക കേട്ടോ. യൂസ്ഡ് ഇൻ ദ എസ്സേ യു ആൻഡ് ദ ആറ്റം. യു ആൻഡ് ദ ആറ്റം ബോംബ്. നിങ്ങളും ആറ്റം ബോംബും, ആറ്റം ബോംബും നിങ്ങളും എന്ന പ്രബന്ധത്തില്, എന്ന ലേഖനത്തിലാണ് കോൾഡ് വാർ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിക്കുക. ഈ ശീതസമരം അണുവായുധത്തിൽ പേടിച്ചുകൊണ്ടുള്ളതാണ് എന്നാണ് അദ്ദേഹം ലേഖനത്തിൽ എഴുതിയത്. യഥാർത്ഥത്തിൽ അത് വാസ്തവമാണ്. അണുവായുധം ഉപയോഗിച്ച രാജ്യത്തിന് ചിലപ്പോ തിരിച്ചടി കിട്ടിയേക്കാം. അതുകൊണ്ട് തന്നെ അണുവായുധം ലോകത്തെ സർവം നശിപ്പിക്കാൻ ഉതകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ യുദ്ധത്തിന് തയ്യാറാവില്ല, ഇനിയൊരു ലോകമഹായുദ്ധത്തിന് തയ്യാറാകില്ല എന്നതായിരുന്നു ലേഖനത്തിന്റെ ചുരുക്കം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹം എന്നാണ് ഈ ലേഖനം എഴുതിയത്? 1945 ഒക്ടോബർ 19. ലേഖനത്തിന്റെ പേരെന്താണ്? യു ആൻഡ് ദ ആറ്റം ബോംബ്. ആറ്റം ബോംബ് നിങ്ങളും. ഏത് മാസികയിലാണ്? ട്രിബ്യൂൺ മാസികയിൽ. ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ നമുക്ക് വിഷൻ ചെയ്താലോ? കോൾഡ് വാർ പീരീഡ് 1940 to 1990. The term Cold War first coined by Bernard Baruch. The term Cold War was first used by George Orwell. His original name, Eric Arthur Blair. Used in essay, You and the Atom Bomb, published in Tribune magazine on 19th October 1940. ഇത്രയും ക്ലിയർ ആണ്. അപ്പോൾ കോൾഡ് വാർ എന്ന വാക്കിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്താണ് കോൾഡ് വാർ എന്ന് ഞാൻ ആശയപരമായി ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിരുന്നു. ആശയപരമായി, അതായത് സോഷ്യലിസ്റ്റ് ആശയവും മുതലാളിത്ത ആശയവും തമ്മിലുള്ള ഒരു ധ്രുവീയ ചേരിയാണ് ശീതയുദ്ധത്തിലേക്ക് നയിക്കുക. ആധികാരികമായി തങ്ങൾക്ക് ലോകത്തിന്റെ അധികാരം വേണമെന്നൊരു ചിന്താഗതി അവർക്കുണ്ടായിരുന്നു. പ്രത്യയശാസ്ത്രപരമായും നയതന്ത്രപരവുമായ മത്സരമാണ്. അതുകൊണ്ട് തന്നെ സൈനികരെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ പേടിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ പേടിപ്പിക്കാനായിട്ട് ഇവർ പരസ്പരം മത്സരിച്ചിരുന്നു. അതുകൊണ്ട് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി സൈനിക സഖ്യങ്ങൾ പുതുതായിട്ട് ഒപ്പുവെച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് നോക്കിയാലോ. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭത്തിൽ തുടങ്ങി 1940 തുടങ്ങി എന്ന് പറഞ്ഞല്ലോ. അത് ശക്തമായി മാറുന്നത്, ഈ ശീതസമരം ശക്തമായി മാറുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടു കൂടി. gained strength after the end of the second world. എന്താണ് അമേരിക്കയും സോവിയറ്റ് ചേരിയും തമ്മിലുള്ള സംഘർഷങ്ങൾ? പ്രധാനമായിട്ടും എന്തായിരുന്നു? മത്സരങ്ങളുണ്ട്, സംഘർഷങ്ങളുണ്ട്, പിന്നെ എതിർപ്പുകളുണ്ട്. ഓക്കെ, rivalries, tensions and conflicts between the American and Soviet blocs. അമേരിക്കൻ ചേരിയും സോവിയറ്റ് ചേരിയും തമ്മിലുള്ള മത്സരങ്ങളും സംഘർഷങ്ങളും എതിർപ്പുകളുമാണ് പൊതുവായി നമ്മുടെ ശീതസമരം എന്ന് വിളിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രത്യയശാസ്ത്രപരവും നയതന്ത്രപരവുമായ ഒരു കിടമത്സരം അല്ലെങ്കിൽ ഒരു ആധിപത്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ഐഡിയോളജിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് റിവൽറി. ഓക്കെ അല്ലെ? പ്രധാന കേന്ദ്രം എന്ന് പറയുന്ന യൂറോപ്പാണ്. ഞാൻ പറഞ്ഞു, യൂറോപ്പിലെ കിഴക്കൻ രാജ്യങ്ങളും പടിഞ്ഞാറൻ രാജ്യങ്ങളുമാണ് ഈ ഒരു രണ്ട് ധ്രുവീയ ശക്തിയായിട്ട് മാറുക. അതുകൊണ്ട് ശീതസമരത്തിന്റെ പ്രധാന കേന്ദ്രം എന്നറിയപ്പെടുന്നത്, മെയിൻ സെന്റർ എന്നറിയപ്പെടുന്നത് യൂറോപ്പുമാണ്. ഒന്നുകൂടെ കുറിച്ച് ചെയ്താലോ? Cold War gained strength after end of the Second World War. Rivalries, tensions, and conflicts between the American and Soviet bloc. An ideological and a diplomatic rivalry. The main center, Europe. The capitalist bloc was led by United States. മുതലാളിത്ത ചേരിക്ക് നേതൃത്വം നൽകിയത് അമേരിക്കയാണ്.
ഇൻക്ലൂഡഡ് വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ്. ക്ലിയർ ആണേ? യൂറോപ്പിന്റെ പടിഞ്ഞാറൻ രാജ്യങ്ങളാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാശ്ചാത്യ ശക്തികളിൽ ഉണ്ടായിരുന്നത്, അഥവാ മുതലാളിത്ത ശക്തികളിൽ ഉണ്ടായിരുന്നത്. ഈ മുതലാളിത്ത ശക്തിയിൽ ഭൂരിഭാഗവും യൂറോപ്പിലെ പടിഞ്ഞാറൻ രാജ്യങ്ങളായതുകൊണ്ട് അവയെ നമ്മൾ എന്തെന്ന് വിളിക്കാറുണ്ട്? പാശ്ചാത്യ ശക്തികൾ എന്നും വിളിക്കാറുണ്ട്. ഓക്കെ ആണേ? അപ്പോൾ പാശ്ചാത്യ സഖ്യം എന്നറിയപ്പെടുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട മുതലാളിത്ത സഖ്യമാണ്. The socialist bloc was led by Soviet Union or USSR, included Eastern European countries. So referred to as Eastern Bloc. പൗരസ്ത്യ സഖ്യം അല്ലെങ്കിൽ കിഴക്കൻ സഖ്യം എന്നറിയപ്പെടും. കിഴക്കെന്ന വാക്കിന്റെ ഒരു യഥാർത്ഥ മലയാള പദമാണ് പൗരസ്ത്യം എന്ന് പറയുന്നത്. പാശ്ചാത്യവും പൗരസ്ത്യവും അല്ലെ? അപ്പോൾ പാശ്ചാത്യ സഖ്യം എന്നറിയപ്പെടുന്നത് മുതലാളിത്ത സഖ്യമാണ്. പൗരസ്ത്യ സഖ്യം എന്നറിയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും സോഷ്യലിസ്റ്റ് സഖ്യവുമാണ്. നിങ്ങൾ സിമ്പിളായിട്ട് കാണാപ്പാടൊന്നും പഠിക്കണ്ട, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ ജോഗ്രഫി പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട് റഷ്യ എന്ന രാജ്യത്തിന്റെ പ്രത്യേകത. ഏഷ്യയിലും യൂറോപ്പിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ രാജ്യമാണ് റഷ്യ. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് യൂറോപ്പ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തും യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്തുമായിരിക്കും ആരുള്ളത്? റഷ്യയുള്ളത്. ഓക്കെ, ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തും യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്തായിരിക്കും റഷ്യയുള്ളത്. അപ്പോൾ റഷ്യയുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളുമാണ് എന്ത്? പൗരസ്ത്യ സഖ്യം അഥവാ സോഷ്യലിസ്റ്റ് സഖ്യം എന്ന പേരിൽ അറിയപ്പെടുക. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ നമുക്ക് വിശദീകരിച്ചാലോ? The capitalist bloc was led by United States of America, included Western European countries, referred to as the Western Bloc. Socialist bloc was led by Soviet Union, included Eastern European countries, referred to as Eastern Bloc. പ്രധാന കേന്ദ്രം യൂറോപ്പ് ആയിരുന്നെങ്കിലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും മറ്റ് അമേരിക്കൻ രാജ്യങ്ങളും ഒക്കെ ഈ ചേരിയിൽ സജീവമായ അംഗങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും അമേരിക്കയിലെയും രാജ്യങ്ങളെ ഈ സഖ്യത്തിൽ കൂട്ടിച്ചേർക്കാനായിട്ട് മത്സരിച്ചത്? എന്തുകൊണ്ടായിരിക്കാം? നമുക്കറിയാം, കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ വിഭവ സമ്പത്തുള്ളത് ഏഷ്യയിലുമാണ്. പിന്നെ ധാതു സമ്പത്തിന്റെയും കാർഷിക മേഖലയുടെയും കണക്കെടുത്തു കഴിഞ്ഞാൽ ആഫ്രിക്കയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൂടുതൽ കാണപ്പെടുന്നതും ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളെ കൂടെ കൂട്ടാൻ ഈ മുതലാളിത്ത ശരിയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ശരിയും മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശീതസമരത്തിന്റെ പ്രാദേശികമായ സംഘടനകൾ ഏഷ്യയിലുണ്ടായിരുന്നു, ആഫ്രിക്കയിലുണ്ടായിരുന്നു, കൂടാതെ അമേരിക്കയിലും ഉണ്ടായിരുന്നു. തങ്ങളാണ് ഉന്നതർ, തങ്ങളാണ് ശക്തർ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവര് ഈ സഖ്യത്തിലേക്ക് രാജ്യങ്ങളെ വീണ്ടും വീണ്ടും കൂട്ടിച്ചേർക്കാനായിട്ട് ഇവർ ശ്രമിച്ചിരുന്നു. ഓക്കെ അല്ലേ? ഇനി സൈനിക ശക്തിയിൽ നിന്ന് തങ്ങളാണ് മേൽക്കോയ്മയുള്ളവർ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഇവര് ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടി. രാജ്യങ്ങൾ തമ്മിൽ സൈനിക സഖ്യ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അതൊക്കെ ഈ ശീതസമരത്തിന്റെ ഒരു പ്രകമ്പനത്തിന് ആക്കം കൂട്ടിയെങ്കിലും ഇവരൊന്നും യുദ്ധത്തിലേക്ക് പോകാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അതായിരുന്നു യാഥാർത്ഥ്യം. മറ്റുള്ളവരെ പേടിപ്പിച്ചു നിർത്തുക, അതായിരുന്നു സൈനിക സഖ്യങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മിലിറ്ററി അലയൻസ് ഫോംഡ് അണ്ടർ the leadership of United States by the countries of Western Bloc. പാശ്ചാത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ അമേരിക്ക തുടക്കം കുറിച്ച സൈനിക സഖ്യമാണ് നാറ്റോ എന്ന പേരിൽ അറിയപ്പെടുക. നാറ്റോ നമ്മൾ സമ്പൂർണ്ണമായി പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ? ലോകത്തെ പ്രധാനപ്പെട്ട സംഘടനകളെ പഠിച്ചപ്പോൾ നാറ്റോ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ മിലിറ്ററി അലയൻസ് ഫോംഡ് അണ്ടർ the leadership of United States by the countries of Western Bloc known as NATO. നാറ്റോ ആരംഭിച്ചത് 1949 നവംബർ മാസമാണ്. 49. എന്താണ് ഈ നാറ്റോ എന്ന സൈനിക സഖ്യത്തിന്റെ പ്രത്യേകത? എ മ്യൂച്വൽ ഡിഫൻസ് മിലിറ്ററി അലയൻസ്, ഒരു പരസ്പര സഹായ സൈനിക സഖ്യമാണ് നാറ്റോ എന്ന് പറയുക. അതായത് ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ഞങ്ങൾ എല്ലാവരും ആ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നിങ്ങളെ ആക്രമിക്കും. അപ്പൊ ഒന്ന് പേടിപ്പിക്കുക. ഞങ്ങളുടെ സഖ്യത്തിൽ ആരെങ്കിലും ഒരാൾ ആക്രമിച്ചാൽ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്കെതിരെ അണിനിരക്കും എന്നൊരു കാഴ്ചപ്പാട്, ഒരു പ്രതീതി ഉണ്ടാക്കുക. മിലിറ്ററി അലയൻസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സോവിയറ്റ് യൂണിയൻ, വാഴ്സ പാക്ട് ഇൻ 1955. നാറ്റോയുടെ സൈനിക നീക്കങ്ങളെ എതിർക്കുക
സൈനിക ഓപ്പറേഷനുകളെ പ്രതിരോധിക്കുക എന്നതായിരുന്നു വാഴ്സ പാക്ടിന്റെ ഉദ്ദേശ ലക്ഷ്യം. ഓക്കെ, എസ്റ്റാബ്ലിഷ്ഡ് ടു കൗണ്ടർ നാറ്റോസ് മിലിറ്ററി ആക്ഷൻസ്. ഓക്കെ അല്ലെ? അപ്പൊ നാറ്റോയുടെ സൈനിക നടപടികളെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ എതിർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി USSRന്റെ നേതൃത്വത്തിൽ പൗരസ്ത്യ യൂറോപ്യൻ രാജ്യങ്ങൾ രൂപീകരിച്ചതായിരുന്നു വാഴ്സ പാക്ട് എന്ന് പറയുക. ഓക്കെ, the military alliance formed under leadership of Soviet Union and Eastern European countries, known as the Warsaw Pact in 1955, established to counter NATO's military action. മറക്കൂലല്ലോ, ഇമ്പോർട്ടന്റ് ആണ്. The military alliance formed under the leadership of United States by the countries of Western Bloc, known as NATO. NATO established in 1949, a mutual defense military alliance. Military alliance formed under the leadership of Soviet Union, known as Warsaw Pact in 1955, established to counter NATO's military action. സെറ്റ് അല്ലേ? അപ്പൊ ഇവര് സൈനിക സഖ്യങ്ങളൊക്കെ രൂപീകരിച്ചു. എന്തിനു വേണ്ടി? എതിർ ഭാഗത്തെ ഒന്ന് പേടിപ്പിക്കാൻ. ഏറ്റവും വലിയ പ്രതിരോധം ആക്രമണമാണെന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ പ്രതിരോധം ഞങ്ങൾക്ക് കൂടുതൽ ശക്തി ഉണ്ടെന്ന് കാണിക്കുന്നതല്ലേ? ഞങ്ങൾക്ക് കൂടുതൽ ശക്തി ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ പരാജയപ്പെടണമെന്ന ലക്ഷ്യത്തോടു കൂടി ഒരിക്കലും ശത്രു ആക്രമിക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നമ്മുടെ ശക്തി തെളിയിക്കുക, ശക്തരാണ് എന്ന് ബോധിപ്പിക്കുക എന്നതാണ്. ഇന്ത്യ ചരിത്രം നിങ്ങൾ മധ്യകാല ഇന്ത്യ പഠിക്കുമ്പോൾ അവിടെ ഒരു പ്രബല രാജവംശത്തെ കുറിച്ച് പഠിക്കും, കാകതീയ സാമ്രാജ്യം. ഈ കാകതീയ സാമ്രാജ്യം എന്ന് പറയുന്നത് ചെറിയൊരു സാമ്രാജ്യമാണ്. പക്ഷേ ആ കാകതീയ സാമ്രാജ്യം നിലനിന്ന കാലഘട്ടത്ത് ആ കാകതീയ സാമ്രാജ്യത്തെ കീഴടക്കാൻ വേണ്ടി ശ്രമിച്ച മറ്റു 2 സാമ്രാജ്യങ്ങളായിരുന്നു നമ്മുടെ ബാമിനി സാമ്രാജ്യവും അതുപോലെ തന്നെ അതിന്റെ സമീപത്തായി സ്ഥിതി ചെയ്തിരുന്ന കൃഷ്ണദേവരായരുടെ വിജയനഗര സാമ്രാജ്യം. പക്ഷേ ഈ കാകതീയ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരി ഒരു ഗണപതി ദേവൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം ബുദ്ധിമാനാണ്. തന്റെ കോട്ടയ്ക്കകത്തേക്ക് ഒരുപാട് ആനകളുടെ നേതൃത്വത്തിലുള്ള സൈന്യമുണ്ട്, കുതിരകളുടെ നേതൃത്വത്തിലുള്ള അശ്വരൂഢ സൈന്യമുണ്ട് എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നതിന് വേണ്ടി കോട്ടയ്ക്കകത്തേക്ക് ആനകളുടെയും കുതിരകളുടെയും ഭക്ഷണം ധാരാളമായി കൊണ്ടുവരുമായിരുന്നു. എന്തിനു വേണ്ടി? മറ്റുള്ളവരെ കാണിക്കാൻ. യഥാർത്ഥത്തിൽ ഇവർക്ക് സൈനികർ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് റൈച്ചൂർ കോട്ട പണികഴിപ്പിച്ചു. റൈച്ചൂർ കോട്ട യഥാർത്ഥത്തിൽ ഈ കാകതീയ സാമ്രാജ്യത്തിന്റെയാണ്. റൈച്ചൂർ കോട്ട പണികഴിപ്പിച്ച് ഓരോ കവാടവും ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള യുദ്ധ പദ്ധതികൾ തയ്യാറാക്കി വെച്ചു. ഓരോ കോട്ട കടക്കുന്നതിനും ശത്രുക്കൾക്ക് അതികഠിനമായി പ്രയത്നിക്കേണ്ടി വരും. അത് സൈന്യത്തിന്റെ ബലത്തിലല്ല, മറിച്ച് സാങ്കേതികമായ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പക്ഷേ ഈ കാകതീയ സാമ്രാജ്യത്തെ ശത്രുക്കൾ തകർത്തതല്ല, ആ രാജ്യത്തെ ജനങ്ങൾ തന്നെയാണ് തകർത്തതെന്ന് പറയേണ്ടി വരും. ഈ കാകതീയ സാമ്രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വതന്ത്രമായൊരു സൈനിക വിഭാഗമൊക്കെ നമ്മുടെ ഗണപതി ദേവൻ രൂപീകരിച്ചിരുന്നു. ഗോനഗന്ന റെഡ്ഡി എന്ന സ്വതന്ത്ര സൈനിക വിഭാഗം. അവരാണ് കോട്ടയ്ക്കകത്തേക്ക് ശത്രുക്കൾ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെ നശിപ്പിച്ചിരുന്ന ഒരു കൂട്ടായ്മ. പക്ഷെ ഒടുവില് ഈ കൃഷ്ണൻ നമ്മുടെ ഗണപതി ദേവന് ഒരു മകൾ ജനിച്ചു. ആ രാജ്യത്തിന്റെ പരമ്പരാഗത രീതി അനുസരിച്ച് ആരെ മാത്രമേ അധികാരത്തിലേറ്റാൻ പറ്റൂ? മകനെ മാത്രമേ അധികാരത്തിലേറ്റാൻ പറ്റൂ. പക്ഷെ ഗണപതി ദേവന് ജനിച്ചാനാണ് ഒരു മകളാണ്. അതുകൊണ്ട് തന്നെ മകളെ മകനെന്ന രീതിയിൽ അദ്ദേഹം വളർത്താനായി ശ്രമിച്ചു. പക്ഷേ യൗവനാവസ്ഥയിലെത്തിയപ്പോൾ ആ ഒരു രഹസ്യം നാട്ടിലൊട്ടാകെ പരസ്യമായി. അങ്ങനെ ജനങ്ങൾ തന്നെ ഗണപതി ദേവന്റെ ഭരണം അവസാനിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി അവിടുത്തെ കാകതീയ സാമ്രാജ്യത്തിന്റെ സാമന്ത രാജാക്കന്മാരെ തന്നെ അതിനെ ശക്തമായി എതിർത്തു. അങ്ങനെയാണ് കാകതീയ സാമ്രാജ്യത്തിന്റെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ആ സാമ്രാജ്യത്തിന് കീഴിലുള്ള റൈച്ചൂർ കോട്ട സ്വതന്ത്രമാകുന്നത്. ആ റൈച്ചൂർ കോട്ടയ്ക്ക് വേണ്ടിയായിരുന്നു കൃഷ്ണദേവരായരും ബാമിനി സാമ്രാജ്യവും തമ്മിൽ 1520 റൈച്ചൂർ കോട്ട യുദ്ധത്തിൽ ഏർപ്പെടുക. യഥാർത്ഥത്തില് കാകതീയ സാമ്രാജ്യം അത്രയും സൈനിക ശക്തിയൊന്നും ഇല്ല. പക്ഷെ മറ്റുള്ളവരെ ധരിപ്പിക്കുന്ന ഒരു സൈനിക ശക്തി ഉള്ളതായി കാണിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിരുന്നു. ഞാനിത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർക്ക് പരസ്പരം യുദ്ധം ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ തങ്ങളാണ് ശക്തരെന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങളെ കൂട്ടായ്മയിൽ ചേർന്നു. തങ്ങൾക്ക് ഒരുപാട് ആയുധങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചു. ശത്രുക്കളെ കാണുന്നതിന് വേണ്ടി, യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നില്ല. അതാണ് ശീതള സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ശ്രദ്ധിച്ചോളാം. അമേരിക്ക നാറ്റോ എന്ന സൈനിക സഖ്യം രൂപീകരിച്ചത് കൂടാതെ
മറ്റ് 2 സൈനിക സഖ്യങ്ങളോട് രൂപീകരിച്ചു. അത് ജസ്റ്റ് പേര് മാത്രം പഠിച്ചാൽ മതി. അതർ മിലിറ്ററി അലയൻസ് ഫോംഡ് ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്. സീറ്റോ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ. സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ ഏഷ്യയുടെ തെക്കിഴക്കൻ രാജ്യങ്ങളുമായിട്ടുള്ള സൈനിക സഖ്യം. ഇന്ത്യ അതിൽ അംഗമായിരുന്നില്ല. പാകിസ്ഥാൻ അംഗമായിരുന്നു. അഫ്ഗാനിസ്ഥാൻ അംഗമായിരുന്നു. അതുകൊണ്ടായിരുന്നു 1971 ഇന്ത്യ പാക് യുദ്ധ സമയത്ത് പാകിസ്ഥാനെ സഹായിക്കാനായിട്ട് ആരെത്തിച്ചേരുക? അമേരിക്ക എത്തിച്ചേരുക. പക്ഷേ അതുവരെ ശരിചേരാ നയത്തിൽ അടിയുറച്ചു നിന്നിരുന്ന ഇന്ത്യ റഷ്യയുടെ സഹായം അഭ്യർത്ഥിക്കുകയും 20 വർഷത്തേക്ക് വേണ്ടി റഷ്യയുമായി സൈനിക സഹായ ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അങ്ങനെ റഷ്യൻ കപ്പലുകൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഇന്ത്യയെ പ്രതിരോധിക്കാൻ വേണ്ടി എത്തിച്ചേർന്നു. അതോടുകൂടി എന്ത് ചെയ്തു? അവിടെ അമേരിക്ക പിൻവാങ്ങാണ് ഉണ്ടായത്. അത് നിങ്ങൾക്ക് അറിയാം അല്ലെ? യെസ്. അപ്പോൾ മറക്കരുത്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ, പിന്നെ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. ജസ്റ്റ് പേര് മാത്രം പറഞ്ഞാൽ മതി, മറന്നു പോരുത്. പക്ഷേ നാറ്റോ ഇമ്പോർട്ടന്റ് ആണ്. യെസ്. ഇനി അടുത്ത് പറയുന്നു ആണവ പ്രതിരോധം. ഞാൻ പറഞ്ഞു ആണവായുധങ്ങൾ ഇവർക്ക് ഉണ്ട് എന്ന് പറയുന്നതിന് ആണവ പരീക്ഷണം നടത്തി ആണവ ആയുധങ്ങൾ സജ്ജീകരിക്കുവാൻ ഇവർ തയ്യാറായിരുന്നെങ്കിലും ആണവായുധം ഉപയോഗിക്കാൻ ഇവർക്ക് മടിയായിരുന്നു, പേടിയായിരുന്നു. കാരണം ഞങ്ങൾ ഒരു ആണവായുധം ഉപയോഗിച്ചാൽ അവരുടെ കയ്യിൽ ആണവായുധം ഉണ്ടാവും, അവർ ഞങ്ങൾക്ക് നേരെ പ്രയോഗിക്കും. ജപ്പാനിലെ അണുബോംബ് വർഷത്തിന്റെ ഓർമ്മകൾ മാഞ്ഞിരുന്നില്ല. ഒരു അണുബോംബ് വർഷിച്ചു കഴിഞ്ഞാൽ ആ ഭൂപ്രദേശം തന്നെ നശിച്ചു പോകും. ആ ഒരു ഭൂപ്രദേശം വീണ്ടെടുക്കാൻ 1000-ഓളം വർഷങ്ങൾ വേണ്ടിവരും എന്നാണ് കണക്ക്. ഇപ്പോഴും ജപ്പാനിലെ നാഗസാക്കിയിലെ ഹിരോഷിമയിലും ആണവ പ്രശ്നം അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആണവായുധങ്ങൾ പരസ്പരം ഉള്ളത് കൊണ്ട് ഇവര് മറ്റുള്ളവരെ പേടിപ്പെടുത്താൻ ഞങ്ങളുടെ കയ്യിൽ ആണവായുധം ഉണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. അത്രമാത്രം. ഒരിക്കലും പ്രയോഗിക്കാനായിട്ട് ഇരുപക്ഷവും ശ്രമിച്ചിരുന്നില്ല. ന്യൂക്ലിയർ ഡിറ്ററൻസ്, ആണവ പ്രതിരോധം. ആണവായുധം ഉണ്ടായാൽ അതിന്റെ വിജയോ, ആണവായുധം യുദ്ധമുണ്ടായാൽ വിജയോ പരാജയം ഉണ്ടാവുമോ? ഇല്ല. അങ്ങനെ വേണമെങ്കിൽ പേപ്പറിൽ എഴുതി വെക്കാം, ഇന്നയാൾ വിജയിച്ചു, ഇന്നയാൾ പരാജയപ്പെട്ടു, അല്ലെ? പക്ഷേ വിജയിച്ചവരും പരാജയപ്പെട്ടതിന് തുല്യമായി മാറ്റപ്പെട്ടു. ഈ തോന്നൽ നേരിട്ടുള്ള യുദ്ധത്തിനൊന്നും ഇവർ ഏർപ്പെടാൻ എന്ത് ചെയ്തില്ല? ഏർപ്പെടാൻ ഇവർ തയ്യാറായില്ല. In the event of nuclear war, there would be neither a victor nor a loser. This realization discouraged the superpowers from engaging the direct war. പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ ഈ ചേരികളൊന്നും തയ്യാറായില്ല. മനസ്സിലായോ? തുടർന്ന് ഇവർ പരസ്പരം പേടിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് പരസ്പരം ചർച്ചയാകാം എന്ന രീതിയിലേക്ക് മാറി. 1940 ആരംഭിച്ച ഈ ശീതസമരം 1960 ഇവർ പരസ്പരം തീരുമാനിച്ചു, നമുക്ക് എന്ത് ചെയ്യാം? ആയുധ സജ്ജീകരണം കുറയ്ക്കാം. വീണ്ടും ആയുധം വാങ്ങിച്ചു കഴിഞ്ഞാൽ മറ്റു മേഖലയിലേക്കൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതുകൊണ്ട് പരസ്പര ധാരണയോടുകൂടി എന്ത് ചെയ്യാം? ആയുധങ്ങളുടെ എണ്ണം കുറയ്ക്കാം എന്ന് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. അത് അമേരിക്കയ്ക്ക് ഇഷ്ടമായി, റഷ്യക്ക് ഇഷ്ടമായി. അങ്ങനെ അവരെന്ത് ചെയ്തു? 1960 മുതൽ നിരായുധീകരണ പ്രവർത്തനത്തിന്, അല്ലെങ്കിൽ ആയുധങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. They engaged in discussion on reducing the number of nuclear and conventional weapons. ആണവായുധങ്ങളും മറ്റായുധങ്ങളും കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിച്ചു. ചർച്ചകളെ തുടർന്ന് പ്രധാനപ്പെട്ട 3 ഉടമ്പടികൾ ഒപ്പുവെക്കുകയാണ്. ഞാൻ ആ 3 ഉടമ്പടികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആ ഉടമ്പടി ഒപ്പുവെക്കുന്ന വർഷമാണ് ഞാൻ പറയുക. ചർച്ചയൊക്കെ ആരംഭിച്ചിട്ട് പ്രാബല്യത്തിൽ വരുന്ന വർഷമാണ് ഞാൻ പറയുക. ഇനി വേറെ എവിടെയെങ്കിലും മറ്റു വർഷങ്ങളെ കണ്ട് ഡൗട്ട് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രാബല്യത്തിൽ വന്ന വർഷമാണ് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. നിലവിൽ വന്ന വർഷം. ചർച്ച ആരംഭിച്ചത് 1960 60 ആരംഭിച്ച ചർച്ചയിൽ ഉടമ്പടി തയ്യാറാക്കുന്ന 62 ഉടമ്പടി പ്രാബല്യത്തിൽ വന്ന 63 ഏത് ഉടമ്പടി? LTBT എന്ന ഉടമ്പടി, ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. ഓക്കെ. അപ്പോൾ ബോത്ത് കൺട്രീസ് സൈൻഡ് ദ അഗ്രിമെന്റ്സ് ടു അച്ചീവ് എ ബാലൻസ് ഓഫ് പവർ ത്രൂ ആംസ് കൺട്രോൾ. ആയുധ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിരായുധീകരണത്തിന് വേണ്ടിയിട്ട് ഇരു രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ഉടമ്പടികൾ ഒപ്പുവെച്ചു. ഒന്ന് ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി 1963 പ്രാബല്യത്തിൽ വന്നു. LTBT എന്നാണ് അറിയപ്പെടുക. അനിയന്ത്രിതമായി ആയുധങ്ങൾ നിർമ്മിക്കേണ്ട എന്ന പരസ്പര ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. 2 NPT, ന്യൂക്ലിയർ ആൻഡ് നോൺ പ്രൊലിഫറേഷൻ
ട്രീറ്റി, പ്രൊലിഫെറേഷൻ ട്രീറ്റി 1970 പ്രാബല്യത്തിൽ വരിക. ഈ ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി അനുസരിച്ച് പ്രധാനപ്പെട്ട ആശയം ഇങ്ങനെയായിരുന്നു: ഏതെങ്കിലും രാജ്യങ്ങൾ ആണവ പരീക്ഷണം നടത്തുകയാണെങ്കിൽ അതൊരിക്കലും കരയിൽ വെച്ച് നടത്താൻ പാടില്ല. അതിന്റെ പ്രധാന ഉള്ളടക്കം അതായിരുന്നു. ഒന്നെങ്കിൽ സമുദ്രാന്തര ഭാഗത്ത്, അല്ലെങ്കിൽ ബഹിരാകാശത്ത്. ഇനി അങ്ങനെ ആണവ പരീക്ഷണം നടത്തുമ്പോൾ അതെന്ത് ചെയ്യാൻ പാടില്ല? അതെന്ത് ചെയ്യാൻ പാടില്ല? മാനവരാശിക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ആകരുത്. ഇങ്ങനെ ഒരു ഉടമ്പടി ഒപ്പുവെച്ചു. പക്ഷെ അമേരിക്ക ഈ ഉടമ്പടി ലംഘിച്ചുകൊണ്ടാണ് 1972 കാനഡയിലെ വാൻകൂവറിലെ അലൂഷ്യൻ ദ്വീപില് ആണവ പരീക്ഷണം നടത്താൻ ലക്ഷ്യമിട്ടത്. അങ്ങനെ ആണവ പരീക്ഷണം നടത്താൻ ലക്ഷ്യമിട്ടപ്പോൾ പ്രാദേശിക നേതാക്കൾ എല്ലാവരും കൂടി ചേർന്ന് എന്ത് ചെയ്തു? അത് ലോകത്തെ അറിയിക്കാനായിട്ട് ശ്രമിച്ചു. അവരെ വാൻകൂവർ എന്ന ദ്വീപിലേക്ക് എന്ത് ചെയ്തു? ഒരു ചെറിയ ബോട്ടിൽ യാത്ര തിരിച്ചു. ആ ബോട്ടിന്റെ പേരാണെന്ത്? ഗ്രീൻ പീസ്. അങ്ങനെ അവിടെ എത്തി ആണവ പരീക്ഷണത്തിന് അമേരിക്ക സജ്ജീകരണങ്ങൾ തയ്യാറാക്കുന്നു എന്ന കാഴ്ച ലോകത്തെ അറിയിച്ചു. അതോടുകൂടി അമേരിക്ക അതിൽ നിന്ന് എന്ത് ചെയ്തു? പിൻവാങ്ങി. കാരണം ഒരുപക്ഷെ അത് കഴിഞ്ഞിട്ടും അമേരിക്ക അവിടെ ആണവ പരീക്ഷണം നടത്തിയെങ്കിൽ ഈ NPTയുടെ ലംഘനമാകുമായിരുന്നു അത്. മനസ്സിലായോ? അങ്ങനെയാണ് ഗ്രീൻ പീസ് ഫൗണ്ടേഷൻ എന്ന സംഘടന അവിടെ രൂപം കൊള്ളാൻ കാരണമായി തീർന്നത്. ആ ഗ്രീൻ പീസ് 1979 എന്തായിട്ട് മാറി? ഗ്രീൻ പീസ് ഇന്റർനാഷണലുമായിട്ട് മാറി. നമ്മളത് പഠിച്ചിരുന്നു അല്ലെ? മറന്നു പോകരുത്. അപ്പോ 3 ABM, ആന്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റി. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 3 കരാറുകൾ. 1972 പ്രാബല്യത്തിൽ വരിക. മറക്കില്ലല്ലോ. ബോത്ത് കൺട്രീസ് signed agreements to achieve a balance of power through arms control. LTBT, Limited Test Ban Treaty, came into force in 1963. NPT, Nuclear Non-Proliferation Treaty in 1970. ABM, Anti-Ballistic Missile Treaty in 1970. സെറ്റ് അല്ലേ? ഇതുകൂടാതെ ഒരുപാട് ഉപകരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട് ഈ ABMന്റെ കീഴിൽ. ഓക്കെ. ഇനി മേജർ ഫ്ലാഷ് പോയിന്റ്സ് ഓഫ് ദി കോൾഡ് വാർ. ശീതയുദ്ധ കാലഘട്ടത്ത് യുദ്ധം ഇപ്പൊ പൊട്ടിപ്പുറപ്പെടും എന്നൊരു സാഹചര്യം നിലനിന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയായിരുന്നു. ദ ക്യൂബൻ മിസൈൽ ക്രൈസിസ്. Crisis in the countries such as Korea and Congo. Although tensions often reached their peak, another world war was always avoided. ലോകമഹായുദ്ധം ഉണ്ടാകുമെന്നൊരു സാഹചര്യത്തിലേക്ക് ഇതൊക്കെ എത്തിച്ചെങ്കിലും യുദ്ധം വിനാശകാരിയാണെന്ന് പൂർണ്ണ ബോധ്യമുള്ള രാജ്യങ്ങൾ യുദ്ധത്തിലേക്ക് കടന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും നമ്മൾ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ആധികാരികമായി ഒന്ന് പഠിച്ചുറപ്പിക്കാം. ഓക്കെ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം, അത്രയും ഡീപ്പായിട്ട് പോലും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കുന്നു. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്യൂബ എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. സ്വാഭാവികമായിട്ട് ഏത് ശരിയിലായിരിക്കും? റഷ്യൻ ശരിയിലായിരിക്കും. ക്യൂബ എന്ന് പറയുന്ന ഏത് വൻകരയില? വടക്കേ അമേരിക്കയില് അമേരിക്ക USA എന്ന രാജ്യത്തിന് സമീപത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ ക്യൂബ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ ഒരുപക്ഷെ അമേരിക്ക എന്ത് ചെയ്യാം? ആക്രമിച്ച് കീഴ്പ്പെടുത്തിയേക്കാം, അമേരിക്കയുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നേക്കാം എന്നൊരു പേടിയൊക്കെ ആർക്കുണ്ടായി? USSRനുണ്ടായി, ഒരു ഭീതി ഉണ്ടായി. കാരണം ഞങ്ങളുടെ ഒരു സഖ്യരാജ്യം അമേരിക്കൻ ശരിയിലേക്ക് പോകുന്നവർക്ക് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. കാരണം ഏതെങ്കിലും ഒരു ചെറിയ രാജ്യത്തിനുണ്ടായ പരാജയം തങ്ങളുടെ പരാജയമാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച 2 ശരികളായിരുന്നവ. അപ്പൊ അതുകൊണ്ട് ഈ ക്യൂബയെ അമേരിക്ക കീഴ്പ്പെടുത്തുന്നത് തടയുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് USSRന്റെ കയ്യിലുള്ള കുറച്ച് മിസൈലൊക്കെ കൊണ്ട്, ആണവ മിസൈല് കൊണ്ട് എവിടെ വെച്ചു? ക്യൂബയിൽ കൊണ്ടുവച്ചു. ഓക്കെ. അപ്പോ ഈ ആണവ മിസൈല് കടന്നു പോകുന്നത് സ്വാഭാവികമായിട്ട് ഇതുവഴി ആയിരിക്കും. അറ്റ്ലാന്റിക് സമുദ്രം അല്ലെങ്കിൽ പസഫിക് സമുദ്രം. അങ്ങനെ ആണവ ആയുധങ്ങളുമായി ക്യൂബയിലേക്ക് എത്തിച്ചേരുന്ന കപ്പലുകളെ തടയാൻ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരവിട്ടു. അങ്ങനെയായപ്പോ യുദ്ധം ഇപ്പൊ പൊട്ടിപ്പുറപ്പെടും എന്നൊരു സാഹചര്യം നിലനിന്നപ്പോ ഈ റഷ്യ അല്ലെങ്കിൽ USSR തനിയെ പിൻവാങ്ങുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അവിടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേനെ. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നുവെങ്കിൽ ആണവായുധങ്ങൾ പരസ്പരം അവര് അയച്ചേനെ. ഓക്കെ. ശരിക്കും പറഞ്ഞാല് ഈ നിരായുധീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കാരണമായതും ഈ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഓക്കെ. എങ്കിൽ നമുക്ക് നോക്കാം ക്യൂബൻ മിസൈൽ പ്രതിസന്ധി, ക്യൂബൻ മിസൈൽ ക്രൈസിസ്, an event that marked the peak of the Cold War. കമ്മ്യൂണിസ്റ്റ് റൂൾഡ് ക്യൂബ
വാസ് ആൻ ally of the Soviet Union. Okay, അല്ലേ? The USSR feared that capitalist lead United States could attempt an invasion or overthrow of Fidel Castro's communist Cuba at any time. അമേരിക്കയുടെ സമീപത്തായിട്ട് കാണപ്പെടുന്ന ക്യൂബയെ ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്ക എന്ത് ചെയ്യാം അട്ടിമറിച്ചേക്കാം എന്നൊരു പേടി. ആ സമയത്ത് ക്യൂബ ഭരിച്ചിരുന്ന ഭരണാധികാരിയാരാണ്? ഫിഡൽ കാസ്ട്രോ എന്ന് ഓർമ്മിക്കുക. അപ്പോൾ മുതലാളിത്തശ്ശേരിക്ക് നേതൃത്വം നൽകിയിരുന്ന അമേരിക്ക ഏത് സമയത്തും ക്യൂബയിൽ അട്ടിമറി നടത്തി ക്യൂബൻ ഭരണാധികാരിയായ ഫിഡൽ കാസ്ട്രോയിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാമെന്നൊരു പേടി ആർക്കുണ്ടായി? USSR-നുണ്ടായി. തുടർന്ന് USSR എന്ത് ചെയ്തു? ടു പ്രൊട്ടക്ട് ക്യൂബ ആൻഡ് എൻഷുർ സോവിയറ്റ് പ്രസൻസ് ഇൻ ദ റീജിയൻ. ആ രണ്ടാമത്തെ വാക്ക് പ്രാധാന്യം അവിടെ. ടു പ്രൊട്ടക്ട് ക്യൂബ ആൻഡ് എൻഷുർ സോവിയറ്റ് പ്രസൻസ് ഇൻ റീജിയൻ, the USSR deployed nuclear missiles in Cuba in 1962. നിരായുധീകരണത്തിന്റെ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടാവുക എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെയാണ് 1963 ആദ്യ ഉടമ്പടിയായിട്ട് എന്ത് ഒപ്പുവെക്കുക? LTBT ഒപ്പുവെക്കുക. മനസ്സിലുണ്ടാവണം കേട്ടോ, എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോ 1962 ക്യൂബയില് ന്യൂക്ലിയർ മിസൈല് വിക്ഷേപിച്ചപ്പോൾ ന്യൂക്ലിയർ മിസൈലുകള് സ്ഥാപിച്ചപ്പോൾ വിന്യസിച്ചപ്പോൾ USSR-ന്റെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നികിത ക്രൂഷ്ചേവ് ആണ്. പേര് ഓർമ്മിച്ചേക്കണേ, നികിത ക്രൂഷ്ചേവ്. അപ്പൊ സ്വാഭാവികമായിട്ട് അമേരിക്ക എന്ത് ചെയ്യും? കപ്പൽ വഴിയല്ലേ മിസൈൽ കൊണ്ടുപോകുന്നേ, കപ്പലുകൾ തടയാനായിട്ട് ശ്രമിക്കും അല്ലെ? ക്യൂബയിലേക്ക് വരുന്ന സോവിയറ്റ് യുദ്ധക്കപ്പലുകളെ തടയാൻ ഉത്തരവിട്ട അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ജോൺ എഫ് കെന്നഡി. എന്നിട്ട് ജോൺ എഫ് കെന്നഡി ഒരു കാര്യം കൂടെ ആവശ്യപ്പെട്ടു, ക്യൂബയിൽ നിന്ന് എത്രയും വേഗം മിസൈലുകൾ പിൻവലിക്കണം, ഇല്ലെങ്കിൽ അതിശക്തമായ നടപടി സ്വീകരിക്കും. ഓക്കെ അല്ലേ? അപ്പോ US പ്രസിഡന്റ് who ordered blockade to stop Soviet warship heading to Cuba. John F. Kennedy also demanded the immediate removal of missiles from Cuba. യുദ്ധസമാനമായ സാഹചര്യം വന്നെങ്കിലും ഏറ്റവും ഒടുവിൽ അമേരിക്കയും USSR-ഉം പിൻവാങ്ങിയത് കൊണ്ട്, നിരായുധീകരണത്തിന് വേണ്ടി ശ്രമിച്ചത് കൊണ്ട് അവിടെ മറ്റൊരു ലോകമഹായുദ്ധം ഉണ്ടായില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ ഇന്നും നേരിട്ട് കൊണ്ടിരിക്കുന്ന ആണവ പ്രതിസന്ധി, ആണവായുധം മൂലമുള്ള പ്രതിസന്ധി ലോകത്ത് പല ഭൂപ്രദേശത്തും ഉണ്ടായേനെ. ഓക്കെ, ഇന്ത്യ ആൻഡ് ദ കോൾഡ് വാർ. ശീതയുദ്ധ കാലഘട്ടത്ത് ഇന്ത്യ നയപരമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അതായത് അമേരിക്കൻ ചേരിയിലും ചേരുന്നില്ല, റഷ്യൻ ചേരിയിലും ചേരുന്നില്ല. അങ്ങനെ ചേരാതിരുന്നാൽ, ഇപ്പോ ഉദാഹരണത്തിന് റഷ്യൻ ചേരിയിൽ ചേരുന്ന ഒരു രാജ്യത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അമേരിക്ക സാമ്പത്തികമായി വിലക്കും, വ്യാപാര ഉപരോധം ഏർപ്പെടുത്തും. അതുപോലെ തിരികെ അമേരിക്കൻ ചേരിയിൽ ചേരുന്നവർക്ക് ആര് ഉപരോധം ഏർപ്പെടുത്തും? റഷ്യ ഉപരോധം ഏർപ്പെടുത്തും. അപ്പോൾ പരസ്പരം ഒരു ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ആ സാഹചര്യത്തിൽ ഇന്ത്യ രണ്ടു പക്ഷത്തും ചേർന്നില്ലെങ്കിൽ രണ്ടുപേർക്ക് ഉപരോധം ഏർപ്പെടുത്താൻ പറ്റുമോ? പറ്റൂല. അതോടൊപ്പം ഈ രണ്ട് കൂട്ടായ്മയിലെ രാജ്യങ്ങളുമായിട്ട് വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ പറ്റുമോ? പറ്റും. ആരും ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല, രണ്ട് രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുവാനും പറ്റും. ആ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഏറ്റവും അത്യാവശ്യം അതായിരുന്നു. കാരണം പുതുതായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതേ ഉള്ളൂ. രാജ്യത്തെ സാമ്പത്തിക അടിത്തറ ഉറപ്പാക്കണം, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കണം. ഇന്ത്യ മാത്രമല്ല, അക്കാലത്ത് സ്വാതന്ത്ര്യം നേടിയ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും പല രാജ്യങ്ങളുടെയും ചിന്ത ഇത് തന്നെയായിരുന്നു. അതായിരുന്നു ചേരിചേര പ്രസ്ഥാനത്തിന്റെ ഉദയത്തിന് കാരണമായത്. ഞാൻ പറഞ്ഞു 1971 വരെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്ത്യ തുടർന്നതെങ്കിലും 1971 ഇന്ത്യ പാക് യുദ്ധ സമയത്ത് അമേരിക്കയുടെ ആക്രമണം പ്രതിരോധിക്കുന്നതിന് വേണ്ടി റഷ്യയുമായി 20 വർഷത്തേക്ക് വേണ്ടി സഖ്യ ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെക്കുകയും ചെയ്തു. എന്നാൽ റഷ്യൻ ചേരിയിൽ USSR-ലൊന്നും അംഗമായില്ല, സൈനിക സഖ്യ ഉടമ്പടിയിൽ മാത്രമേ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. Through its opposition to the Cold War, India aimed to achieve the following. ഒന്ന്, maintain clear distance from both the capitalist bloc and socialist bloc. മുതലാളിത്ത ചേരിയിൽ നിന്നും സോഷ്യലിസ്റ്റ് ചേരിയിൽ നിന്നും കൃത്യമായ അകലം പാലിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. കാരണം രണ്ടുപേരിൽ നിന്നും സഹായം ലഭിച്ചാൽ നല്ലതല്ലേ. നമ്മൾ പലപ്പോഴും രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്ത് മത സാമുദായിക സംഘടനകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, സമദൂരം, ഞങ്ങൾ സമദൂരത്തിലായിരിക്കും.
ഇലക്ഷൻ റിസൾട്ട് കഴിയുമ്പോൾ വിജയിച്ച രാജ്യങ്ങളോട് അടുത്ത് പറയും, ഞങ്ങൾ വോട്ടിട്ടത് കൊണ്ടാണ് നിങ്ങൾ വിജയിച്ചത്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരണം. അതുപോലെ മനസ്സിലായോ? അപ്പോ ഈ രണ്ടുപേരും രണ്ട് ചേരിയുണ്ട്. അപ്പോ രണ്ടുപേരിടത്തും കൂട്ടുകൂടുന്നില്ല, എന്നാൽ രണ്ടുപേരും പിണക്കവുമില്ല. ഓക്കെ, അതാണ് ഉദ്ദേശം. ക്ലിയർ ആണേ? അപ്പോ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. മുതലാളിത്ത ചേരിയിൽ നിന്നും സോഷ്യലിസ്റ്റ് ചേരിയിൽ നിന്നും വ്യക്തമായ അകലം പാലിക്കുക. കൂടാതെ രണ്ടാം ലോക മഹായുദ്ധാനന്തരം സ്വതന്ത്രമായ മൂന്നാം ലോക രാജ്യങ്ങൾ, അതായത് ദരിദ്ര രാജ്യങ്ങളെ ശാക്തിക ചേരികളുടെ ഭാഗമാകുന്നത് തടയുക. അങ്ങനെയാണ് ഇന്ത്യ ചേരിചേര പ്രസ്ഥാനത്തിനൊക്കെ തുടക്കം കുറിക്കുക. രണ്ട് ചേരിയിലും ചേരണ്ട. അപ്പോ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് രണ്ട് ചേരികളും ഒരു വൻ ശക്തി ഇന്ത്യയെ അവഗണിക്കുകയോ അല്ലെങ്കിൽ അമിതമായി സമ്മർദ്ദത്തിലാക്കാനോ ശ്രമിച്ചിരുന്നില്ല. അതായത് ഞാൻ പറഞ്ഞു, ഈ രണ്ട് ചേരികൾ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു പരസ്പരം എതിർ ഭാഗത്തുള്ള രാജ്യങ്ങളുമായി. അങ്ങനെ ഇന്ത്യ രണ്ട് ഭാഗത്തും ചേരാത്തതുകൊണ്ട് ഉപരോധം ഏർപ്പെടുത്തിയിട്ടില്ല. കച്ചവടത്തിന് സാധ്യത നൽകുകയും ചെയ്തു. അപ്പൊ അവഗണിക്കാനും ശ്രമിച്ചില്ല, ഉപരോധം ഏർപ്പെടുത്താനും ശ്രമിച്ചില്ല. ശരിയല്ലേ? If India felt that one superpower was ignoring it or exerting excessive pressure, India could move closer to the other superpower. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാൻ കാരണം ഏതെങ്കിലും ഒരു ശക്തി ഇന്ത്യയെ അതിശക്തമായ സമ്മർദ്ദത്തിലാക്കിയാൽ ഇന്ത്യ മറ്റൊരു ചേരിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളത് കൊണ്ട് രണ്ടുപേരും എന്ത് ചെയ്തില്ല, അധികം സമ്മർദ്ദം ചെലുത്താനും പോയില്ല, തങ്ങളുടെ ഭാഗത്ത് വരണമെന്നും പറയാനും പോയില്ല. ഓക്കെ, ഒരു സഖ്യത്തിനും ഇന്ത്യയെ പരിഗണിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനോ സാധിക്കുമായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അത്രത്തോളം കാർഷിക മേഖല പാരമ്പര്യമുള്ള, പ്രത്യേകിച്ച് അസംസ്കൃത വസ്തുക്കളെ ബ്രിട്ടീഷുകാർ വിറ്റിക്കൊണ്ട് പോയെന്ന് പറയുമ്പോഴും ഇന്ത്യ സ്വാതന്ത്ര്യമാകുമ്പോഴും അസംസ്കൃത വസ്തുക്കൾ ധാരാളമുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. അത് തന്നെയാണ് ഇന്ത്യക്ക് നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ എത്തിക്കാൻ സഹായിച്ചത്. അപ്പൊ നോ ബ്ലോക്ക് കുഡ് അഫോർഡ് ടു ഇഗ്നോർ തെറ്റൻ ഇന്ത്യ. അതുകൊണ്ട് തന്നെ രണ്ട് ചേരികളും ഇന്ത്യയെ അകറ്റി നിർത്തുവാനോ സ്വന്തം കൂടെ കൂട്ടുവാനോ ശ്രമിച്ചില്ല. അത് ഇന്ത്യക്ക് ഏറെ ഗുണകരമായി. ഇന്ത്യക്കും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് ഗുണകരമായി എന്ന് പറയാം. ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾ, ഈജിപ്ത് പോലുള്ള രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ചേരിചേര പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തു. രൂപീകരണ സമയത്ത് കേവലം 23 രാജ്യങ്ങൾ മാത്രമാണ് ചേരിചേര പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നത്. രൂപീകരിക്കുന്ന സമയത്ത്, ഔദ്യോഗികമായി നിലവിൽ വരുന്ന സമയത്ത് 25 രാജ്യങ്ങൾ. എന്നാൽ പിൽക്കാലത്ത് ഒട്ടനവധി രാജ്യങ്ങൾ ചേരിചേര പ്രസ്ഥാനത്തിൽ ഒരുമിച്ച് കൂടി. നിലവിൽ 120 രാജ്യങ്ങളാണ് ചേരിചേര പ്രസ്ഥാനത്തിലുള്ളത്. അത് ഇന്ത്യയുടെ ഈ കാഴ്ചപ്പാടിന്റെ ഏറ്റവും വലിയ വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. അപ്പൊ ഇന്ത്യ രണ്ട് രാജ്യങ്ങളുമായി ചേരാത്ത ഒരു നയമാണ് സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് ചേരിയും ഇന്ത്യയെ അവഗണിക്കുകയോ അല്ലെങ്കിൽ പാടെ സമ്മർദ്ദത്തിലാക്കുകയോ ചെയ്തിട്ടില്ല എന്നത് ഇന്ത്യയുടെ വിജയമാണ്. ഇത്രയേ ഉള്ളൂ നമുക്ക് ശീതസമരം പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചുറപ്പിക്കുക. ശീതസമരം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല, രണ്ട് ചേരികളുണ്ടായി, അതിന്റെ ഭാഗമായിട്ടുണ്ടായ ലോകത്തെ പ്രധാന സംഭവങ്ങൾ. അത് നമ്മൾ ക്യൂബൻ മിസൈൽ പ്രതിസന്ധി ആഡ് ചെയ്ത് പഠിച്ചു, അത്രമാത്രം. ബാക്കിയെല്ലാം നമ്മൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. പ്രധാന സംഭവങ്ങളും ചേരിചേര പ്രസ്ഥാനം എന്ന സംഘടനയും നമ്മൾ നേരത്തെ പഠിച്ചുറപ്പിച്ചു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചുറപ്പിച്ച് മുന്നോട്ട് പോവാം. ബൈ ബൈ.